പലതരത്തിലുള്ള മാഫിയ നമ്മുടെ നാട്ടിലുണ്ട്. ലഹരി വിൽപ്പന സംഘങ്ങൾക്കായി വ്യാജരേഖകൾ നിർമ്മിച്ചു കൊടുക്കുന്ന സംഘത്തെ തലശ്ശേരി പോലീസ് ഇന്ന് പിടികൂടി. 100 ആധാർ കാർഡ്, 100 പാൻ കാർഡ്, ഡ്രൈവിംഗ് ലൈസൻസ് തുടങ്ങി 500-ലധികം വ്യാജരേഖകളാണ് പിടിച്ചെടുത്തത്. കാസർഗോഡ് സ്വദേശി അബ്ദുൾ റഹ്മാനും എറണാകുളം സ്വദേശി റിഷാദുമാണ് പിടിയിലായത്. ഹോട്ടൽ റൂം എടുക്കാൻ മുതൽ വിദേശത്തേക്ക് കടക്കാൻ വരെ രേഖകൾ ഉണ്ടാക്കി നിൽക്കുന്ന റാക്കറ്റിലെ കണ്ണികളാണ് പിടിയിലായവർ. ഒരു കുറ്റകൃത്യം കണ്ടെത്തിയപ്പോൾ അതേ പ്രതിയിൽ നിന്ന് തെളിയുന്നു അതിലും വലിയ മറ്റൊരു കുറ്റകൃത്യം. തലശ്ശേരിയിൽ സംഭവിച്ചത് അതായിരുന്നു. മയക്കുമരുന്ന് വ്യാപാര ശൃംഖലയിലെ പ്രധാന കണ്ണികളെ പിടികൂടിയപ്പോൾ പുറത്തുവരുന്നു വ്യാജരേഖാ നിർമ്മാണത്തിന്റെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ. ഇന്നലെ നമ്മുടെ ടീം ബാംഗ്ലൂരിൽ നടത്തിയ അന്വേഷണത്തിൽ മറ്റൊരു പ്രതിയെ കണ്ടെത്തുകയും ആ പ്രതിയിൽ നിന്ന് വ്യാജമായ ബാങ്ക് അക്കൗണ്ട്, അതുപോലെ വ്യാജമായ ആധാർ, ലൈസൻസ് തുടങ്ങിയവ നിർമ്മിക്കുന്ന റാക്കറ്റിനെ നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് ഇന്നലെ അറസ്റ്റ് ചെയ്യേണ്ടായി. അങ്ങനെയാണ് ഇതെല്ലാം പുറത്തു വന്നത്. 100 ആധാർ കാർഡുകൾ, 100 പാൻ കാർഡുകൾ, സിം കാർഡുകൾ, ബാങ്ക് അക്കൗണ്ടുകൾ, ബിരുദ സർട്ടിഫിക്കറ്റുകൾ, അങ്ങനെ വ്യാജരേഖകളുടെ കൂമ്പാരം. മരിച്ചവരുടെ പേരിൽ ബാങ്ക് അക്കൗണ്ടുകൾ, അലഞ്ഞു തിരിയുന്നവരുടെ പേരിൽ സിം കാർഡുകളും മൊബൈൽ ഫോണും പാൻ കാർഡുകളും. ഇവയൊക്കെ എന്തിനു ഉപയോഗിക്കുന്നു എന്ന് ചോദിച്ചാൽ ഉത്തരം ലളിതം. ഓരോരോ കുറ്റകൃത്യത്തിന്. ഇത്തവണ MDMA പണമിടപാടുകൾ നടത്തിയത് മരിച്ചയാളുടെ പേരിലുള്ള അക്കൗണ്ടിലൂടെ. ബാംഗ്ലൂർ കേന്ദ്രീകരിച്ചാണ് സംഘത്തിന്റെ ഇടപാടുകൾ മുഴുവൻ. ഒരു 2 ആഴ്ചയോളമായി 2 ടീം ബാംഗ്ലൂരും ഡൽഹിയുമായിട്ട് ഈ ഓപ്പറേഷന് പുറകെ തന്നെയായിരുന്നു. കമ്മീഷണർ നിർദ്ദേശ പ്രകാരം ഒരു 10-12 പേര് തന്നെ പൊക്കോളാൻ പറഞ്ഞു. കാരണം ഈ നെറ്റ്വർക്ക് ഫുള്ളായിട്ട് നമുക്ക് ബേസ്റ്റ് ചെയ്യണമെന്നുള്ളത് കൊണ്ട് തന്നെ.